Hi children, welcome to our online classes for maths. In the last class we have discussed cost price, selling price, profit and loss in chapter 8 comparing quantities. Okay, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. In this video we are going to discuss about simple interest. Simple interest you have studied in the last year. Simple interest means പലിശ അല്ലേ. ബാങ്കിലൊക്കെ എന്തെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൽ ഒരു പലിശ ഉണ്ടാവും. അതിനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഐ വിൽ ഡിസ്കസ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല I = PNR/100. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് പലിശ കിട്ടുക നമ്മൾ ഈ ഫോർമുല വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാം. I = PNR/100. അതിൽ I ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, P എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ദാറ്റ് ഈസ് ദ എമൗണ്ട് വി ആർ ഡെപ്പോസിറ്റിംഗ്. ഏതെങ്കിലും ഒരു സംഖ്യ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ സംഖ്യയ്ക്കാണ് നമുക്ക് പലിശ കിട്ടുന്നത്. ആൻഡ് സോ P ഈസ് ദ പ്രിൻസിപ്പൽ. എത്ര സംഖ്യയാണോ ഡെപ്പോസിറ്റ് ചെയ്യണത് ദാറ്റ് ഈസ് ദ P. ആൻഡ് N ഈസ് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യണത് ദാറ്റ് ഈസ് N. ആൻഡ് R ഈസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ്, അതായത് പലിശയുടെ ശതമാനം. ഓക്കെ, അപ്പോൾ ഇത്ര 3 കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയുടെ കൂടെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ കൂടാണ്ട് കിട്ടുന്നതാണ് പലിശ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന് നമുക്കൊരു 100 രൂപ പലിശ കിട്ടും. അപ്പോൾ തിരിച്ച് നമുക്ക് എത്രയാണ് കിട്ടുക? 1100 രൂപ കൂടുതലായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 1000 രൂപ പ്രിൻസിപ്പളും 100 രൂപ പലിശയും. സോ വി ക്യാൻ സി an example. If you are depositing an amount of 5000 rupees, okay, നമ്മൾ 5000 rupees ഡെപ്പോസിറ്റ് ചെയ്തു, and that is principal. We can deposit 5000 rupees, that is P. And how many years? എത്ര വർഷത്തേക്കാണ് നമ്മൾ ഇട്ടത്? number of years is 3 years. so N is 3. എത്ര റേറ്റ്? പലിശ ശതമാനം എത്രയായിരുന്നു? 5%. അപ്പോൾ നമുക്ക് എത്രയാണ് പലിശ കിട്ടാമെന്നാണ് ചോദിക്കുന്നത്. വാട്ട് വിൽ ബി ദ ഇൻട്രസ്റ്റ് വി ആർ ഗെറ്റിംഗ് ബൈ ഡെപ്പോസിറ്റിംഗ് 5000 rupees ഫോർ 3 years അറ്റ് ദ റേറ്റ് ഓഫ് 5%. ഓക്കെ, അപ്പോൾ P ഉണ്ട്, N ഉണ്ട്, R ഉണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് I = PNR/100. ജസ്റ്റ് ഇതിലേക്ക് ഇട്ടാൽ മതി. P ഈസ് 5000 × 3 × 5/100. ഓക്കെ, 0 ഇതിൽ വെട്ടിപ്പോവും. 3 5s are 15. 15 5s are getting interest as 750 rupees. ഓക്കെ, അപ്പോൾ നമ്മൾ 5000 രൂപ പ്രിൻസിപ്പലായിട്ട് ഇട്ടു. 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് 3 വർഷം കഴിയുമ്പോൾ തിരിച്ചെടുക്കാമല്ലോ ആ പൈസ. അപ്പോൾ നമുക്ക് 5750 ആണ് കിട്ടുക. അപ്പോൾ ഇൻട്രസ്റ്റ് 750. വാട്ട് വിൽ ബി ദ എമൗണ്ട് മീൻസ് എത്ര എമൗണ്ടാണ് നമുക്ക് തിരിച്ച് കിട്ടുക? അതെങ്ങനെയാണ് കിട്ടുക? P + I. P is 5000 plus I is 750. so we will get the amount as 5750. okay, അപ്പോൾ ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പലിശ, ആൻഡ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് ദ ഫോർമുല I = PNR/100. P is the amount of money deposited, N is the number of years, R is the rate of interest. okay, so try this. In this page number 170 you have to do this 4 questions in your notebook. This is very simple. That is rupees 10,000 is invested at 5% interest. Find the interest at the end of 1 year. അപ്പോൾ നമുക്ക് 10000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 10,000 rupees is deposited, and what is the number of years? 1 year. and what is the interest rate? 5%. so we have to find the I എങ്ങനെയാണ് കണ്ടുപിടിക്കുക? I = PNR/100. I will show you. This is the question. P is equal to 10,000, R is equal to 5%, and N is equal to 1. N or number of years is 1 year. So we have to find I is equal to PNR/100. Okay, that is 10,000 into 5 into 1/100. That is 20 പോയി. 100 into 5 is 500. Okay, 500 rupees. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് 1 വർഷത്തിന് ശേഷം കിട്ടുന്നത് 500 rupees-ആണ്. അപ്പോൾ ദിസ് എമൗണ്ട് എന്ന് പറയുമ്പോൾ എമൗണ്ടാണ് ചോദിക്കണമെങ്കിൽ നമുക്ക് തിരികെ കിട്ടുന്ന സംഖ്യ എമൗണ്ട് ഈസ് ഈക്വൽ ടു P + I. നമുക്കത് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ എമൗണ്ട് ചോദിച്ചിരുന്നാണെങ്കിൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു P + I. P എത്രയാണ്? ഡെപ്പോസിറ്റ് ചെയ്ത സംഖ്യ
that is 10,000 plus I is equal to 500, that is 10,500 rupees-ആണ് നമുക്ക് ഒരു വർഷം ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്ന സംഖ്യ. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഐ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. Okay, so in that way the all problems you can see 1 2 3 4 ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. R ഉണ്ട്, N ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. In the last question you have to find the amount. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? amount is obtained by adding principal and interest. അപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് P+I ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇത് ജസ്റ്റ് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ചെയ്തിരിക്കണം. ഓക്കെ, another homework is in page number 172, exercise 8.3, question number 9. question number 8 വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. question number 9, find the amount to be paid at the end of 3 years in each case. Okay, you have to find the amount. And what is the principal? 1200 at 12% PA. 12% എന്ന് പറഞ്ഞാൽ അത് റേറ്റ് ആണ്. rate of interest is 12. Here it is principal is 7,500 and 5% per annum, and രണ്ടിലും number of years 3 ആണ്. Okay, so I will show you. So 9th question is P is equal to 1200, R is equal to 12%, N is equal to 3 years. അപ്പോൾ നമുക്ക് I കണ്ടുപിടിക്കാം. PNR by 100, that is P into N into R by 100. We can write it as 1200 into 12 into 3 by 100. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് എൻ ഇൻട്രസ്റ്റ്. അപ്പോൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തുക, പ്രിൻസിപ്പലും പലിശയും ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ട് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന തുകേനാണ് എമൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ P+I. അപ്പോൾ നമുക്കിവിടെ I കിട്ടി. വാട്ട് ഈസ് P ഈസ് 1200 പ്ലസ് ഐയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും. ഇതൊക്കെ റുപ്പീസാണ്. സോ യു മസ്റ്റ് പുട്ട് ദ സൈൻ ഓഫ് റുപ്പീസ്. ഓക്കെ, B question is also like that. P is equal to 7,500, R is equal to 5 and N is 3 years. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് ആ ഇൻട്രസ്റ്റും പിയും കൂടി ആഡ് ചെയ്തിട്ട് എമൗണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, so I hope all of you understand. If you are not understanding it, you can call me and I will clear your doubts. Okay, now 10th question. What rate gives rupees 280 as interest on a sum of rupees 56,000 in 2 years? Okay, rate R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Okay, and interest is 280, sum is 56,000 and number of years is 2 years. Okay, so how we can do that? Here P is equal to 56,000 rupees, N is equal to 2 years, I is equal to rupees 280. We have to find the rate of interest. ഓക്കെ, R നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ നേരത്തെ ഫോർമുലയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. I is equal to PNR by 100. ആ ഫോർമുലയിൽ R മാത്രം ഒരു സ്ഥലത്ത് നിർത്താം. ഓക്കെ, R മാത്രം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ബാക്കിയെല്ലാം ട്രാൻസ്പോസ് ചെയ്യാം. നമ്മൾ ലീനിയർ ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ട്രാൻസ്പോസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ബൈ 100 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ ഇൻറ്റു 100 ആയി. ഇത് ന്യൂമറേറ്ററിലിരുന്ന പിയും എന്നും ഇനും. ഇതപ്പോൾ ഇതാണ് ഫോർമുല. R is equal to I into 100 by P into N. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I is equal to 280 into 100 by 56,000 into 2. So കട്ട് ചെയ്ത് പോവും, ഇതും കട്ട് ചെയ്ത് പോവും. then 28 and 56, 28 and 56, it is 1 into 2, 1 into 28 into 2 ആണ് 56. അപ്പോൾ അവിടെ ക്യാൻസൽ ചെയ്തു. 1/4 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 1/4 ക്വാർട്ടറാണ്. അപ്പോൾ ആറിന് നമുക്ക് 0.25% എഴുതാം. ഓക്കെ, അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ കാൽഭാഗമാണ്. അപ്പോൾ 100ൻ്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ 0.25 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. യെസ്, സോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുലയിൽ നിന്ന് തന്നെയാണ് ഈ R കണ്ടുപിടിച്ചത്. I is equal to PNR by 100. ആ ഫോർമുലയിൽ നിന്ന് തന്നെയാണ് R കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഫോർമുല കാണാതെ പഠിക്കണം.
Then the last question in this exercise, that is 11th question. If Meena gives an interest of rupees 45 for 1 year at 9% per annum, PA എന്ന് പറയുമ്പോൾ per annum, അതായത് ഒരു വർഷത്തേക്കാണ് 9%. What is the sum she has borrowed? So here interest is given, I തന്നിട്ടുണ്ട് 45 rupees 1 year, അതായത് number of years, n is 45 and rate r is equal to 9%. അപ്പോൾ നമുക്കിതിൽ പി ആണ് ഇല്ലാത്തത്. എത്ര സംഖ്യയാണ് ആൾ ബോറോ ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് നോട്ട് നോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് പി ബൈ യൂസിങ് എ ഫോർമുല. ഓക്കെ, സോ ഐ വിൽ ഷോ യു വാട്ട് ഓൾ തിങ്സ് ആർ ഗിവൺ. I is equal to rupees 45, n is equal to 1 year, r is equal to 9%, and p is equal to, it's unknown. So from this formula നമുക്ക് കണ്ടുപിടിക്കാം ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ 100ൽ പി മാത്രം ഇവിടെ നിർത്താം. അപ്പോൾ ഐ ഇൻറ്റു 100 ബൈ എൻ ഇൻറ്റു ആർ. അപ്പോൾ പിൻ്റെ ഫോർമുല ഇതാണ്, പി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു 100 ബൈ എൻ ഇൻറ്റു ആർ. സോ ദാറ്റ് ഐ ഇസ് ഈക്വൽ ടു 45 ഇൻറ്റു 100 ബൈ 1 ഇൻറ്റു 9. അപ്പോൾ 45 9 പോകും, ദാറ്റ് ഈസ് 5. സോ 5 ഇൻറ്റു 100 ഈസ് 500 rupees. സോ ദ എമൗണ്ട് ബോറോഡ് വാസ് 500 rupees. അപ്പോൾ ഈ 500 രൂപ വാങ്ങിയതിനാണ് ഇൻട്രസ്റ്റ് 45 രൂപ കൊടുത്തിരുന്നത് ഒരു വർഷത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ അച്ഛനോടോ അമ്മനോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അറിയാൻ പറ്റും പലിശ എന്താണ്, എമൗണ്ട് എന്താണെന്നൊക്കെ അവരും പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഇഫ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇൻ എനി വേ യു ക്യാൻ കോൾ മീ. Okay, so I hope all of you will complete your works and send to me. Okay, thank you.